എല്ലാ സെക്ടറിലും കുറെ ടോപ്പ് കമ്പനീസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി മാത്രം താഴെ പോകും. നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായുള്ള കൂടുതൽ സേഫ് ഓപ്ഷനാണ് ETFs. നിങ്ങളുടെ ഇഷ്ട സെക്ടേഴ്സിൽ നല്ല ETFs തിരഞ്ഞെടുക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഒരു കമ്പനിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ ഉണ്ടാവുന്ന നഷ്ടസാധ്യത കുറക്കാനും ആവറേജ് റിട്ടേൺ പ്രതീക്ഷിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഷോർട്ട് ടേമിനും ലോങ് ടേമിനും ഒരുപോലെ ഫലപ്രദമാണ്. അത്തരത്തിലുള്ള ഏതാനും സെക്ടേഴ്സും ആ സെക്ടേഴ്സിലെ ടോപ്പ് ETFസും പരിചയപ്പെടാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വെൽക്കം ടു വോൾഫ്സ് ആൻഡ് ബുൾസ്. ആദ്യമായി ഡിഫൻസ് സെക്ടർ എടുക്കാം. ഈ ഒരു സെക്ടറിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ സെക്ടറിലെ ടോപ്പ് ETF ആണ് മോത്തിലാൽ ഒസ്വാൾ നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ETF. അടുത്തതായി ഫാർമ സെക്ടർ. യുദ്ധം വന്നാലും കൊറോണ വന്നാലും തളരാത്ത ഒരു സെക്ടർ. ഈ സെക്ടറിലെ ടോപ്പ് ETF ആണ് നിപ്പോൺ ഇന്ത്യ നിഫ്റ്റി ഫാർമ ETF. മൂന്നാമതായി മെറ്റൽ സെക്ടർ. ഈ സെക്ടറിലെ ടോപ്പ് ETFs HDFC നിഫ്റ്റി മെറ്റൽ ETF ആൻഡ് മിറേ അസറ്റ് നിഫ്റ്റി മെറ്റൽ ETF. നാലാമതായി ഓട്ടോ സെക്ടർ എടുത്താൽ നിപ്പോൺ ഇന്ത്യ നിഫ്റ്റി ഓട്ടോ ETF, ICICI പ്രൊഡൻഷ്യൽ നിഫ്റ്റി ഓട്ടോ ETF. അഞ്ചാമതായി ബാങ്കിംഗ് സെക്ടർ. നിപ്പോൺ ഇന്ത്യയുടെ ബാങ്ക് ബീസ്, SBIയുടെ നിഫ്റ്റി ബാങ്ക്. ആറാമതായി IT സെക്ടർ. നിപ്പോൺ ഇന്ത്യയുടെ നിഫ്റ്റി IT, കൊട്ടാക്കിന്റെ നിഫ്റ്റി IT. ഇനി കൊമോഡിറ്റി സെക്ടർ എടുത്താൽ ICICI പ്രൊഡൻഷ്യൽ നിഫ്റ്റി കൊമോഡിറ്റി ETF. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഒപ്പം ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഈ വീഡിയോ പൂർണ്ണമായും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്വയം വിലയിരുത്തുക, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ധരുടെ സഹായം തേടുക. മറ്റൊരു നല്ല കണ്ടന്റുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്താൽ അതെനിക്കൊരു വലിയ സപ്പോർട്ടായിരിക്കും.